പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, വചനപ്രകാലത്തിൽ നാം 9-ാം ദിവസത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ളതാകുന്നു. കർത്താവ് വഴിതെറ്റിയ ആടിൻ്റെ ഉപമ അരുളി ചെയ്യുന്ന സുവിശേഷഭാഗമത്രേ ഇത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിന് വഴിതെറ്റാത്തവരേക്കാൾ കൂടുതൽ പാപികളോടാണ്, വഴിതെറ്റാത്തവരോടാണ് ഏറ്റവും അധികം സ്നേഹം. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപികളോടും വലതുഭാഗത്ത് കള്ളനോടും കർത്താവ് കാണിച്ചതായ കാരുണ്യവും സ്നേഹവുമൊക്കെ. പരസ്യജീവിതകാലത്ത് വ്യക്തമായി കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ തേടിയത്രേ വന്നിരിക്കുന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണ്. ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും പരിലാളനവും ഒക്കെ ഓരോരുത്തരും അനുഭവിച്ചറിയണം. ആ സ്നേഹത്തിലായിരിക്കണം എല്ലാവരുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവായ യേശു ഇന്നത്തെ ഉപമ അരുളി ചെയ്തത്. ഒരാടിന് വഴിതെറ്റിപ്പോയാൽ, അതിനുള്ള സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഇടയൻ എത്രമാത്രം വേദനിക്കുന്നു, എത്രമാത്രം ത്യാഗത്തോടുകൂടി ഇടയൻ അതിനെ അന്വേഷിച്ച് ഇറങ്ങുന്നു എന്നും, കണ്ടെത്തിയാൽ സന്തോഷത്തോടെ അതിനെ തോളിലേറ്റിക്കൊണ്ട് തുള്ളിച്ചാടി തിരിച്ചു വരുന്നതായിട്ടും പറയുകയാണ്. ആടുകൾ വഴിതെറ്റുക സഹജമാണ്. നമുക്കറിയാം, നായ, പൂച്ച ഇവയെപ്പോലെ ആടുകൾക്ക് ഇന്ദ്രിയ ശക്തി കുറവാണ്. ആടുകൾക്ക് ദീർഘദൃഷ്ടിയും കുറവാണ്. തീറ്റ അന്വേഷിച്ച് സ്വയം ഇറങ്ങുമ്പോൾ ഒരുപക്ഷേ വഴിതെറ്റുക സാധാരണമാണ്. ഈ വഴിതെറ്റിയ ആടിനെ തേടിപ്പുറപ്പെടുന്ന നല്ല ഇടയ സങ്കല്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഒരിടയന് ധാരാളം ആടുകളുണ്ടായിരിക്കും. ഈ ഇടയൻ ആടുകളെയും നയിച്ചുകൊണ്ട് മേച്ചിൽപ്പുറങ്ങളിലേക്ക് മുൻപിൽ വടിയും പിടിച്ചുകൊണ്ട് നടക്കുക സാധാരണമാണ്. അനേക ആടുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എണ്ണം അറിയത്തില്ല എങ്കിൽ പോലും ഇടയന് ഓരോ ആടിൻ്റെയും പേര് നന്നായിട്ട് അറിയാം. പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനാണ് എന്ന് ഇടയസങ്കല്പത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ആടുകൾ ഇടയൻ്റെ കൂടെ സുരക്ഷിതത്തിലാണ് എപ്പോഴും കഴിയുന്നത്. സന്ധ്യയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരുന്ന ആടുകൾ ആലയിൽ ആക്കിയിട്ട് കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഇടയൻ പ്രഭാതമാകുമ്പോൾ തിരിച്ചു വന്ന് കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്ന പ്രവേശനവാതിലൂടെ ഇടയൻ ആടുകളെ ഇറക്കിക്കൊണ്ട് തൻ്റെ വടിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന നല്ല ഇടയനെ നമ്മൾ കാണാം. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദണ്ഡാണ് കയ്യിൽ ഇരിക്കുന്നത്. ഒന്നുപോലും നഷ്ടപ്പെടാതെ
ഹിംസ്ര ജന്തുക്കളുടെ പിടിയിൽ നിന്ന് പോലും തൻ്റെ ജീവൻ തണവിൽ ഗണിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന ഇടയൻ്റെ നല്ല ചിത്രം നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല സ്ഥലത്തേക്ക് മാത്രമേ ഇടയൻ ആടുകളെ നയിക്കുകയുള്ളൂ എന്ന് ആടുകൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന്. പച്ചയായ പുൽപ്പറങ്ങളിലേക്ക് മാത്രമേ അവനെ നയിക്കുകയുള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇടയൻ്റെ സ്നേഹം എത്ര വലുതാകുന്നുവെന്ന് നമുക്കിവിടെ സങ്കല്പിക്കുവാൻ സാധിക്കും. ഇടയ സങ്കല്പത്തിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ ചിത്രകാരൻ എത്ര മനോഹരമായിട്ടാണ് അതിനെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇടയൻ ആടുകളെ ശ്രദ്ധിക്കുന്ന മുഖഭാവം എത്ര കരുണയോടെ സ്നേഹത്തോടെയാകുന്നു. അതിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് തൻ്റെ ദേഹത്തോട് ചേർത്താണ്, നെഞ്ചോട് ചേർത്താണ്. അതുപോലെ തന്നെ ആട് ഇടയൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കരുണാർദ്രമായ കരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ആടിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുക. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ്, ത്യാഗത്തെയാണ് ഇവിടെ വിവരിക്കുക. സ്നേഹ പിതാവായ ദൈവവും താനും തമ്മിലുള്ളതായ സ്നേഹത്തെയാണ് ഇവിടെ കർത്താവായ യേശു സൂചിപ്പിക്കുക. ഈയിടെയൻ്റെ ധർമ്മം ദൈവം ഇപ്പോഴും എന്നും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫാദർ ഡാമിയനെക്കുറിച്ച് നമ്മൾക്കറിയാം. രാജ്യത്ത് ഉണ്ടായിരുന്ന എല്ലാ കുഷ്ഠരോഗികളെയും മൊളോക്കോ എന്ന ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ കിടന്ന് കഷ്ടപ്പെടുവാനും നശിക്കുവാനും ഭരണാധികാരികൾ ആഗ്രഹിച്ചപ്പോൾ സഭ വൈദികഗണത്തോടായി ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ പോകുവാൻ താല്പര്യമുണ്ടോ എന്ന്. ഫാദർ ഡാമിയൻ മറുപടി നൽകി, ഞാൻ പോയിക്കൊള്ളാമെന്ന്. കുഷ്ഠരോഗികളോടൊന്നിച്ച് ശുശ്രൂഷ ചെയ്ത് മുറിവുകൾ വെച്ച് കെട്ടി ശുശ്രൂഷ കഴിയുന്ന കാലഘട്ടത്തിലാണ് 1885 ഒരു ഞായറാഴ്ച പ്രസംഗത്തിനിടയിൽ അദ്ദേഹം കുഷ്ഠരോഗികളായ നമ്മൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പ്രസംഗിച്ചപ്പോൾ ജനം ഞെട്ടിത്തെറിച്ചു. തങ്ങളുടെ പിതാവ് കുഷ്ഠരോഗിയായി മാറിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീങ്ങിക്കരഞ്ഞു. ഇതാണ് നല്ല ഇടയൻ്റെ ചിത്രം. നല്ല ഇടയനെ പോലെ കർത്താൽപ്രിയരെ, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കാൽവരിയിൽ യാഗമായത് ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട്, പിതാവായ ദൈവത്തോട് ലോകത്തെ രമ്യപ്പെടുത്തുവാനായിട്ട് ആണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഈ രമ്യപ്പെടുത്തൽ ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതെങ്ങനെയാണ്? ഈശോ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ വിശുദ്ധകുർബാന സ്ഥാപിക്കുകയുണ്ടായി. ഈ വിശുദ്ധകുർബാനയിൽ താൻ ഇല്ലാതായി തീർന്നുകൊണ്ട് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ടാണ് ഈ കുദാശ സ്ഥാപിച്ചതെങ്കിൽ ഈ ശൂന്യവൽക്കരണം ഇന്നും അന്യോന്യം അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വഴിതെറ്റി പോകുന്ന ആടുകളെ എപ്പോഴും ആടി വിളിച്ചുകൊണ്ട് വരിക വരിക എന്ന് പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കൊറോണയുടെ കാലത്തും നമുക്കറിയാം, ജനം മുഴുവന് വിശുദ്ധ കുർബാനയിലേക്ക് തിരിഞ്ഞ് അവിടെ മാത്രമേ ഉള്ളൂ രക്ഷ, ഇതിനൊരു നിവാരണമെന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും ദേവാലയങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലുമൊക്കെയും ജനത്തിൻ്റെ സംഖ്യ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ചെന്നായ്ക്കൾ പിടിക്കുവാനായിട്ട് ലോകത്തിൻ്റെ ഭരണാധികാരികൾ ആരാധനാലയങ്ങളിൽ പോകരുത് എന്ന് പറയുമ്പോഴും ജനം വിശുദ്ധ കുർബാനയുടെ മുൻപാകെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്
ഈശോയെ നല്ല ഇടയനെ കാണുവാനും സമർപ്പിക്കുവാനും ജനം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വഴിതെറ്റിപ്പോയ ആട് ഞാനാണ് എന്ന് നാം സ്വയം കണ്ടെത്തുമ്പോൾ, സ്വയം മനസ്സിലാക്കുമ്പോൾ, എവിടേക്കാണ് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇടയൻ്റെ കൂട്ടായ്മയിൽ ഞാൻ അകന്നു പോകുന്നത് എന്ന് സ്വയം ചിന്തിക്കുവാനും, ഇടയൻ്റെ കൂട്ടായ്മയിൽ ആ കൂട്ടത്തിലായിരിക്കുമ്പോഴാണ് നല്ല ഭക്ഷണവും നല്ല സംരക്ഷണവും നല്ല നടത്തിപ്പും എനിക്കുണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ളതായ യേശുനാഥൻ്റെ പ്രാർത്ഥനയും യേശുനാഥൻ്റെ ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടുന്നത്. ആ ഇടയൻ്റെ കൂട്ടായ്മയിലായിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തെ നമുക്ക് ആഹ്വാനം ചെയ്യാം. നല്ല ഇടയൻ്റെ സംരക്ഷണം നമുക്ക് എന്നും ഉണ്ടാകുന്നതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ.